ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ബീഡ് വർക്ക് നെക്ക് ഡിസൈനാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം എങ്ങനെയാണ് ഡിസൈൻ വരയ്ക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ നെക്കിന് താഴേക്ക് എത്ര അകലത്തിലാണോ ഡിസൈൻ വേണ്ടത് അതനുസരിച്ച് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം രണ്ട് സൈഡിലും ഇതുപോലെ ലൈൻ വരച്ചെടുക്കണം. ഇതുപോലെ രണ്ട് സൈഡിലും 1/2 ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സൈഡിൽ ബീഡ് വർക്ക് ചെയ്യുമ്പം ഒരേ അകലത്തിൽ എല്ലാ വർക്കും വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ പോയിൻ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ, അതായത് സർക്കിളൊന്നുമല്ല, ഇതുപോലെ ഓരോ പോയിൻ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ആ പോയിൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാതെ ഏതെങ്കിലും സൈഡിലേക്ക് മാറ്റി സ്റ്റിച്ച് ചെയ്യുക. വലിയ ബീഡാണെങ്കിലാണ് അങ്ങനെ ചെയ്യേണ്ടത്. ചെറിയ ബീഡ്സൊക്കെ ആണെങ്കിൽ നമുക്ക് സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പം വലിയ ബീഡായതുകൊണ്ട് ഞാൻ കുറച്ച് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഇതിന് ചുറ്റും ഷുഗർ ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഷുഗർ ബീഡ്സും വെച്ച് കഴിയുമ്പം എല്ലാ ഡിസൈനും തമ്മിൽ ഒരേ അകലത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സെൻറ്ററിലെ ബീഡ് വെക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അകലം നോക്കിയിട്ട് വെക്കുന്നത്. പിന്നെ അതിന് നടുക്കായിട്ട് ഇതുപോലെ 3 ഷുഗർ ബീഡ്സ് വീതമാണ് വെക്കുന്നത്. അത് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനിപ്പം വലിയ ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. ഇതുപോലെ ആദ്യം 2 ബീഡ്സ് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം മൂന്നാമത്തെ ബീഡ് ഏതെങ്കിലും ഒരു സൈഡിലാണ് ചെയ്യേണ്ടത്. ഈ 2 ബീഡിൻ്റെ ഒരു സൈഡിൽ നമ്മൾ നീഡിൽ താഴെ നിന്ന് കുത്തിയെടുക്കുന്നത് അതിനോട് ചേർന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം താഴേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കുറച്ച് അകലത്തിൽ, അവിടെ ഒരു ബീഡ് വെച്ചിട്ട് കുറച്ച് അകലത്തിൽ സ്റ്റിച്ച് ചെയ്യുക. അതല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കുറച്ച് അകലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഈ 2 ബീഡ്സിനോട് ചേർന്നിട്ട് നമ്മൾ താഴേക്ക് നീഡിൽ കുത്തി കൊടുക്കുക. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഇപ്പം ആദ്യം നീഡിൽ കുത്തിയെടുത്തത് ആ 2 ബീഡ്സിനോട് ചേർന്നെടുത്തിട്ട് ഇനി താഴേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം അവിടെ ആ ഒരു മൂന്നാമത്തെ ബീഡും കൂടെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം മൂന്നാമത്തെ ബീഡ് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ആദ്യത്തെ 2 ബീഡ്സിന് ഒരു ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ താഴേന്ന് കുത്തിയെടുക്കുമ്പോൾ കുറച്ച് സ്പേസ് ഇട്ടിട്ടെടുക്കുക. എന്നിട്ട് അവിടെയാണ് നമ്മൾ മൂന്നാമത്തെ ബീഡ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ആദ്യം ചെയ്ത 2 ബീഡ്സിൻ്റെ മുകളിൽ കൂടെ ഒരു ലോക്കായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു രീതിയിലാണ് ഈ ഡിസൈൻ്റെ സെൻറ്ററിൽ ഷുഗർ ബീഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത ഒരു ഫ്രോക്കിൻ്റെ നെക്കിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പോകുന്നത്.